Now I am starting magnetostatics. നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ പേര് ഇലക്ട്രോഡൈനാമിക്സ് എന്നാണെങ്കിലും നമ്മൾ ഈ സെമസ്റ്ററിൽ സ്റ്റാറ്റിക് കേസുകൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് വരെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡൈനാമിക്സ് നമ്മൾ അടുത്ത സെമസ്റ്ററിലാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? അൾട്ടിമേറ്റ് പ്രോബ്ലം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ we have given a charge distribution, find the electric field. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചാർജസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞത്. ചാർജ് റെസ്റ്റിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് നമ്മൾ കറണ്ടാണ് അതിൻ്റെ സോഴ്സ്. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റഡി കറണ്ടാണ്. സ്റ്റഡി കറണ്ട്. ഇനി ഡൈനാമിക്സ് വരുമ്പോൾ ചാർജസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും നോൺ സ്റ്റഡി കറണ്ടിൻ്റെ കേസും നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് ഡൈനാമിക്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ സ്റ്റാറ്റിക് കേസുകളിൽ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ഇനി ഇതിൽ നമുക്ക് ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ലോറൻസ് ഫോഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസിക്കൽ സ്റ്റാറ്റിക്സിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ യു ആർ ഗിവൺ a charge distribution Q1, Q2, Q3, etc. And what is the force on a charge? ടെസ്റ്റ് ചാർജ് Q വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ്. നമുക്കറിയാം കുളും ഫോഴ്സ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. സോ ഇവിടെ വരുന്ന കുളും ഇലക്ട്രിക് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു QE1 പ്ലസ് QE2 പ്ലസ് എക്സെട്ര. ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ചാർജുകളും ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ Q1 ഉണ്ടാക്കുന്നത് E1 ആണെന്ന് വിചാരിക്കുക, Q2 E2 ആണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ചാർജാണ്. അപ്പോൾ Q ചാർജിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q ടൈംസ് E1. അങ്ങനെ അതിനെ സം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് നമുക്കറിയാം. ഇനി നമ്മളിവിടെ പറയുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പറയുന്ന ഒരു പുതിയ തരം ഫോഴ്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ ഈ ബുക്കിൽ, ഗ്രിഫിറ്റ്സിൻ്റെ ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇതാണ്. Suppose we have two parallel conductors. രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. ആ പാരലൽ കണ്ടക്ടേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ബാറ്ററിയിലേക്ക് കൊടുക്കുകയാണ്. ഒരു പവർ സപ്ലൈ ആണ്, അതിൽ കറണ്ട് സപ്ലൈ ആണ്. അപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനിൽ പോയിട്ട് ഇങ്ങോട്ട് വരാണ്. അതല്ലെങ്കിൽ ഇലക്ട്രോൺസ് ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ കണ്ട ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ദേ ജംപ് അപ്പാർട്ട്. അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആവുകയാണ്. അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ വരികയാണ് അവിടെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ വരുന്നത്? അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് വെച്ചിട്ട്, ഈ കുളും ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കുളും ഫോഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. ഇത് തമ്മിലുള്ള റിപ്പൾഷൻ ഇങ്ങനെയാണെന്ന്. നമുക്ക് ഇതിലുള്ള ചാർജസ്, സെയിം ചാർജസ്, ഇവിടെ വരുന്ന ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൾഷൻ കാരണമാണ് ഇത് അങ്ങനെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പറ്റില്ല. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ചാർജ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇത്ര ചാർജ് ഇവിടുന്ന് പോകുന്നുണ്ട്, ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അത്രയും ഇലക്ട്രോൺസ് ഇവിടെ വരുന്നുണ്ട്. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിന് എടുക്കുകയാണെങ്കിൽ കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അവിടെ ചാർജസ് ഉണ്ടെങ്കിലും ഈക്വൽ പോസിറ്റീവ് ചാർജ് അതിൻ്റെ ന്യൂക്ലിയസിലുള്ളതുകൊണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ചാർജ് വരുന്നില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്താൽ തന്നെ നമുക്കൊരു സെക്കൻഡ് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യണം. അതായത് ഇവിടെ പോസിറ്റീവ് കണക്ഷൻ, നേരത്തെ കറണ്ട് ഈ ഡയറക്ഷനിൽ തന്നെ നേരത്തെ പോകുന്ന പോലെ തന്നെ വന്നു. പിന്നെ ഇവിടെ നിന്ന് ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് താഴേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് വരുന്നത് സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ രണ്ട് കണ്ടക്ടറിൽ കൂടെയും സെയിം ഡയറക്ഷനിൽ കറണ്ട് പോകുന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ എങ്ങനെയായിരുന്നു? കറണ്ട് ഈ ഡയറക്ഷനിൽ പോയി സെക്കൻഡ് കണ്ടക്ടറിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ ഓപ്പോസിറ്റ് കറണ്ട് റിപ്പൽസ് എന്നായിരുന്നു നമുക്ക് ആദ്യത്തെ ഒബ്സർവേഷൻ. അതിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഇനി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് കുളും ഫോഴ്സ് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ടിൻ്റെയും ചാർജ് സെയിം ചാർജ് കാരിയേഴ്സ് ആയതുകൊണ്ട് റിപ്പൽ ചെയ്തു എന്ന് അങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒബ്സർവേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ കാണുന്നത് ദേ അട്രാക്ട് സെയിം കറണ്ട്, കണ്ടക്ടറിൽ കൂടെ സെയിം ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ദേ ആർ അട്രാക്ട് ചെയ്യിച്ചത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്പോഴും ചാർജ് കാരിയേഴ്സ് സെയിം ആണ്, ഇലക്ട്രോൺസ് തന്നെയാണ്. പിന്നെ എങ്ങനെ അവർ അട്രാക്ട് ചെയ്യുന്നു? അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റിൽ, ഈ ഡെമോൺസ്ട്രേഷനിൽ അവിടെ വരുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സ് അല്ല. ഇലക്ട്രിക് ഫോഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. ആ കാര്യങ്ങളാണ് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. മാഗ്നറ്റിക് ഫോഴ്സ് ഓർ ലോറൻസ് ഫോഴ്സ്.
So it is observed that the magnetic force Fm, vector Fm is equal to Q times V cross B. അതായത് ഒരു ക്യൂ ചാർജ് വി വെലോസിറ്റിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ പോവുകയാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, എ ചാർജ് Q which moves with a velocity v in a uniform magnetic field B will experience a force, magnetic force is given by Q into V cross B. So this is called magnetic force or Lorentz force. ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡും കൂടി ഉണ്ടെങ്കിലോ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫോഴ്സ് എന്താണ് Q ഇൻറ്റു ഇ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലും കൂടെ ഉണ്ടെങ്കിൽ കമ്പൈൻഡ് ഫീൽഡിൽ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഫോഴ്സ്? So total force, electric and magnetic field ഉണ്ടെങ്കിൽ total force is electric force plus magnetic force. So electric force is Q into E, vector ആണ്. Q into E plus magnetic force Q times, Q is taken outside, Q times V cross B. So V cross B. അപ്പോൾ ഒരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഒരു ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്, ടോട്ടൽ ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് Q ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നത്, ഒന്ന്, ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫോഴ്സ് ഈ ചാർജ് റെസ്റ്റിലാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യും. ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ക്യു ഇ. ചാർജ് റെസ്റ്റിലാണെങ്കിലും, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലാണെങ്കിലും ചാർജ് റെസ്റ്റിലാണെങ്കിലും ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് Q ഇൻറ്റു വി ക്രോസ് ബി. റെസ്റ്റിലാണെങ്കിൽ വി 0 ആണ്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല. ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് റെസ്റ്റിലിരുന്നാൽ അതിലൊരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല, ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ രണ്ട് ഫോഴ്സുകളും വരും, ഇലക്ട്രിക് ഫോഴ്സും വരും, മാഗ്നറ്റിക് ഫോഴ്സും കൂടെ വരും. ആൻഡ് ദിസ് ഈസ് എ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ, അതല്ലെങ്കിൽ ഇത് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനിൽ നിന്ന് കിട്ടിയ ഒരു ഇക്വേഷനാണ്. ദിസ് കനോട്ട് ബി ഡിറൈവ്ഡ്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷനാണ്. ഇത് നമുക്കൊന്നിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല, ഒരു എക്സ്പെരിമെൻ്റൽ എക്സ്പീരിയൻസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ്. സോ ദിസ് ഈസ് എ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. അപ്പോൾ അതാണ് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, മാഗ്നറ്റിക് ഫോഴ്സ് റെസ്റ്റിലാണെങ്കിൽ, ചാർജ് റെസ്റ്റിലാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറക്ഷനെ കുറിച്ചാണ്. ഡയറക്ഷൻ, ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. അപ്പോൾ അവിടുത്തെ ഡയറക്ഷൻ വരുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ, ചാർജ് റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യുക. പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സോ, മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ബി. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്, മാഗ്നറ്റിക് ഫീൽഡിനും വെലോസിറ്റിക്കും പെർപെൻഡിക്കുലറാണ്. വിയും ബിയും വരുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാം. ഒന്നുകിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാം, അതല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ത്രെഡഡ് റൂൾ ഉപയോഗിച്ചിട്ട് വി ക്രോസ് ബി കാണാം. നമുക്കിനി അടുത്ത എക്സാമ്പിൾ സൈക്ലോട്രോണൊക്കെ കാണുമ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിളുകൾ കാണാം. അപ്പോൾ എനിവേ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബി ആൻഡ് വി, ബട്ട് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് പാരലൽ ടു